ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു സ്നാക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ ഇന്ന് വരെ ആരും തന്നെ ട്രൈ ചെയ്യാത്തൊരു റെസിപ്പിയാണിത്. എൻ്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് 250 ഗ്രാം ചിക്കനാണ്. അപ്പോൾ എല്ലൊക്കെ കളഞ്ഞതാണ് കേട്ടോ. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് തന്തൂരി മസാലയാണ് കേട്ടോ. അപ്പോൾ ഇതിലെൻ്റെ ഓൾറെഡി ഉപ്പ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 ടീസ്പൂൺ തന്തൂരി മസാലയും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 20 മിനിറ്റോ അല്ലെങ്കിൽ ചുരുങ്ങിയതൊരു 10 മിനിറ്റെങ്കിലും ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചിക്കനൊക്കെ നല്ലവണ്ണം മസാല തേച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അടുത്തതായിട്ട് കുറച്ച് വെജീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 3 കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ കട്ട് ചെയ്യുമ്പം ഇതുപോലെ ക്യൂബ് സൈസ് ആയിട്ട് വേണം കട്ട് ചെയ്യാൻ. അടുത്തതായിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ പീസ് ഇതിലോട്ട് ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ചിക്കന് കുഞ്ഞു പീസായി കട്ട് ചെയ്തുകൊണ്ട് തന്നെ വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് കുക്കായി കിട്ടും. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന ടൈമിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ ഫ്രൈ ചെയ്യാൻ. ഇപ്പം നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ കുക്കായി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വെജീസൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ വെജീസൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുക. ഈ ഒരു മസാലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് കുറച്ച് പിസ്സ സോസാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അപ്പോൾ 2 ടീസ്പൂൺ പിസ്സ സോസും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പിസ്സ സോസൊക്കെ ഇതിലങ്ങ് സെറ്റായി കിട്ടണം കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് 3 സ്ലൈസ് ചീസും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് സ്ലൈസ് ആയിട്ട് വേണമെങ്കിലും ചേർക്കുക, അല്ലെങ്കിൽ മൊസറല്ല ചീസ് ഒരു 3-4 ടേബിൾ സ്പൂൺ എടുത്ത് അത് ചേർത്താലും മതി കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചീസൊക്കെ ഇതിലങ്ങ് സെറ്റായി കിട്ടണം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, ചീസൊക്കെ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ കുറച്ച് ഒറിഗാനോവും അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫില്ലിങ് റെഡിയായി കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഫില്ലിങ് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുക. അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സ്പ്രിംഗ് റോൾ ഷീറ്റാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഫില്ലിങ് കവർ ചെയ്യാനുള്ള ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ സ്ക്വയർ ഷേപ്പിലാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. പിന്നെ ഈ ഒരു ഷീറ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ചില കടകളിലൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ഷീറ്റ് വെച്ചിട്ട് നമുക്ക് 2 സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ അറ്റത്ത് മൈദ കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് കലക്കിയിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇതിൻ്റെ അറ്റം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മുഴുവൻ ഷീറ്റും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബാറ്ററില്ലേ, അതിൽ ഇതിൻ്റെ അറ്റം ഒന്ന് പ്രസ് ചെയ്തിട്ട് ഞാനിതിൽ കാണിക്കുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിൽ നിന്ന് പകുതിയോളം എടുത്തിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേറൊരു രീതിയിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. അതിനായിട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കോട്ടിങ്ങിനായിട്ട് കുറച്ച് റസ്ക് പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ഈ റസ്ക് പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ 2 സ്നാക്സും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഫില്ലിങ് വെച്ചിട്ടാണ് നമ്മൾ ഈ 2 സ്നാക്സും തയ്യാറാക്കിയിട്ടുള്ളത്. അടുത്തതായിട്ടൊരു ചട്ടി അടുപ്പിൽ വെക്കുക. ചൂടായി വരുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്നാക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. റസ്ക് പൊടി ചേർത്തത് ഫസ്റ്റ് ചേർക്കണ്ട, അങ്ങനെ ചേർക്കുമ്പോൾ പെട്ടെന്ന് ഓയിൽ കരിയാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന ടൈമിൽ നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. അടുത്തതായിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതിലോട്ട് ചേർത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഒരുപാട് ഓയിലിൻ്റെയോ ടൈമിൻ്റെയോ ഒന്നും ആവശ്യമില്ല കേട്ടോ.
വളരെ കുറഞ്ഞ ഓയിലിൽ മാക്സിമം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടും. ഇപ്പം നമ്മുടെ സ്നാക്സിൻ്റെ കളറൊക്കെ അങ്ങ് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. പുറമെ ക്രിസ്പിയും അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു സ്നാക്സാണിത്. അപ്പം നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ ഒരു സ്നാക്സ് ചൂടോടെ കഴിക്കണം കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മനസ്സിലാവുക. ഇനി നിങ്ങൾ റസ്ക് പൊടിയിൽ കോട്ട് ചെയ്യാണ്ട് ഇങ്ങനെ സ്പ്രിംഗ് റോൾ ഷീറ്റ് മാത്രം ചെയ്യുകയാണെങ്കിലും നല്ല പൊള്ളി ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും മസ്റ്റായും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഈ ഒരു സ്നാക്സിന് പറ്റിയിട്ടുള്ള പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇൻഷാ അല്ലാ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.